ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പുറത്തിറങ്ങാൻ നേരത്ത് ക്ലോക്കിലേക്ക് നോക്കി പെട്ടെന്ന് നെഞ്ചു പതറിപ്പോയിട്ടുണ്ടോ? ഓ നോ, ഐ ആം ലേറ്റ് അഗെയിൻ, ഞാൻ വീണ്ടും നേരം വൈകിപ്പോയി. ഒരിക്കലോ 20 തവണയോ അല്ല. ട്രാഫിക് ബ്ലോക്ക് കാരണം വല്ലപ്പോഴും സംഭവിക്കുന്നതുമല്ല. എപ്പോഴും എവിടെ പോയാലും വൈകുന്ന ആ ഒരു അവസ്ഥ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ലേറ്റ് കമേഴ്സിനുള്ള ടിപ്സ് മാത്രമല്ല, വർഷങ്ങളോളം ലേറ്റ് കമർ ആയിരുന്ന ഞാൻ എങ്ങനെ പങ്ക്ച്വലായി എന്ന യഥാർത്ഥ അനുഭവമാണ്. നിങ്ങൾക്കും എപ്പോഴും ലേറ്റ് ആകുന്ന ശീലമുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണൂ. സോ ദിസ് വീഡിയോ ഈസ് ഡെഡിക്കേറ്റഡ് ടു ഓൾ ദ ലേറ്റ് കമേഴ്സ് ഇൻ ലൈഫ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ വേദന ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും, നീ എന്താ എപ്പോഴും വൈകുന്നത്? നിനക്ക് സമയത്തിൻ്റെ വില അറിയില്ലേ? നിനക്ക് നേരത്തെ വന്നൂടെ? ഈ ചോദ്യം കേൾക്കുമ്പോൾ പുറമേക്ക് നമ്മൾ പല എക്സ്ക്യൂസസും പല കാരണങ്ങളും പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ തന്നെ ഈ ചോദ്യം നമ്മളോട് ചോദിക്കുന്നുണ്ടാവും. കാരണം മനഃപൂർവ്വം മറ്റുള്ളവരെ വെയിറ്റ് ചെയ്യിപ്പിക്കണമെന്ന് കരുതിയിട്ടായിരിക്കില്ല നമ്മൾ ആരും വൈകിയെത്തുന്നത്. ചിലർക്ക് സമയത്തെ വളരെ കൃത്യമായി കൺട്രോൾ ചെയ്യാൻ കഴിയുമ്പോൾ മറ്റു ചിലർ എത്രയൊക്കെ അലാറം വെച്ചാലും എത്രയൊക്കെ പ്ലാൻ ചെയ്താലും അവസാന നിമിഷം എത്തുമ്പോൾ എല്ലാം കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. ഇതൊരു മടിയോ ഉത്തരവാദിത്തമില്ലായ്മയോ അല്ല. ഇതിന് പിന്നിൽ നമ്മുടെ മനസ്സിൻ്റെയും ബ്രെയിനിൻ്റെയും വളരെ സങ്കീർണമായ ചില പാറ്റേൺസ് ഉണ്ട്. യഥാർത്ഥത്തിൽ എൻ്റെ സ്വന്തം ജീവിതം തന്നെ ഇതിന് വലിയൊരു എക്സാമ്പിളാണ്. ചെറുപ്പം മുതലേ ഈ പങ്ക്ച്വാലിറ്റി എന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ചലഞ്ചായിരുന്നു. 10ാം ക്ലാസ് വരെ ഞാൻ സ്കൂൾ ട്രക്കറിലായിരുന്നു പോയിരുന്നത്. വീട്ടുമുറ്റത്തേക്ക് ട്രക്കർ ഹോൺ അടിച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരിക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് അവിടെ വെച്ചുകൊണ്ട് ഞാൻ ഒരു ഓട്ടോ ഓടുക ചെയ്യാം. ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാറുണ്ടായിരുന്നു. അതിനുശേഷം ഹയർ സെക്കൻഡറിയിൽ ലൈൻ ബസ്സിലായിരുന്നു പോയിരുന്നത്. അവിടെയും സെയിം കഥ, ലാസ്റ്റ് മിനിറ്റ് റഷ്. ചിലപ്പോഴൊക്കെ സ്കൂളിൽ റൈറ്റ് ടൈമിന് എത്തേണ്ട ബസ് മിസ്സാവാറുണ്ടായിരുന്നു. പിന്നീട് ട്രെയിനിങ് സമയത്ത് ഞാൻ ട്രെയിനിലാണ് യാത്ര ചെയ്തിരുന്നത്. അവിടെയും സെയിം അവസ്ഥ. പ്ലാറ്റ്ഫോമിലൂടെ ഓടി ട്രെയിൻ പിടിച്ച ദിവസങ്ങൾ എത്രയോ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സ്കൂൾ ട്രക്കറിൽ നിന്ന് ബസ്സിലേക്കും ബസ്സിൽ നിന്ന് ട്രെയിനിലേക്കും യാത്രാമാർഗം മാറിയെങ്കിലും ഒരു കാര്യം മാത്രം മാറിയില്ല, ആ ലാസ്റ്റ് മിനിറ്റിലെ ഓട്ടവും ടെൻഷനും. അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. പക്ഷെ സത്യം പറയാലോ, കല്യാണത്തിന് മുൻപുള്ള ആ ഒരു ലൈഫ് അതൊരു ഫ്രീ ബേർഡ് സ്റ്റേജ് ആയിരുന്നു. ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലാത്ത കാലം. അതുകൊണ്ട് തന്നെ ഈ വൈകി പോകുന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ ആശങ്കകളോ സങ്കടങ്ങളോ ഒന്നും അന്നുണ്ടായിരുന്നില്ല. ലേറ്റായി എത്തിയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഞാൻ ലൈഫിൽ ഫേസ് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. സ്കൂളായാലും കോളേജ് ആയാലും ബസ് മിസ്സായാൽ അടുത്ത ബസ് വരും എന്നൊരു മനോഭാവം ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ വിവാഹത്തിന് ശേഷം ജീവിതം മാറി. സമയം എൻ്റെ മാത്രമായിരുന്നില്ല. വീട്ടിലെ ഓരോ കാര്യവും, കുട്ടികളുടെ ഓരോ ആവശ്യവും, കുടുംബത്തിൻ്റെ ഓരോ നിമിഷവും എൻ്റെ സമയത്തോട് ബന്ധപ്പെട്ടു. കൂടുതൽ ഉത്തരവാദിത്തങ്ങളായി. അപ്പോഴാണ് ഞാൻ ആദ്യമായി സീരിയസ് ആയി ചിന്തിച്ചു തുടങ്ങിയത്, എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും ലേറ്റ് ആകുന്നത് എന്ന്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. സ്കൂൾ കാലം തൊട്ടേ എൻ്റെ മനസ്സിൻ്റെ ഒരു രീതി ഇതായിരുന്നു. എപ്പോൾ നോക്കിയാലും ഉള്ളിലൊരു തോന്നലുണ്ടാകും, ഇനിയും ഒരുപാട് സമയം ബാക്കിയുണ്ടല്ലോ, ഇത് പതുക്കെ ചെയ്താലും മതിയെന്ന്. പക്ഷേ ആ ഒരുപാട് സമയം എന്ന ചിന്ത പെട്ടെന്നാണ് അവസാന നിമിഷത്തെ ഒരു വലിയ ടെൻഷനായി, ഒരു തരം ഹറി മോഡായി മാറി മറിയുന്നത്. അന്ന് എനിക്ക് തോന്നിയിരുന്നത് ഇതാണ് എൻ്റെ ക്യാരക്ടർ, എനിക്ക് യാതൊരു ഡിസിപ്ലിനും ഇല്ല എന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. പിന്നീട് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, എല്ലാ വൈകലുകളും നമ്മുടെ ക്യാരക്ടറിൻ്റെ മാത്രം കുറ്റമല്ല, അതിന് പിന്നിൽ വ്യക്തമായ ചില സൈക്കോളജിക്കൽ റീസൺസ് കൂടിയുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള ചില സിനിമകളിൽ പോലും ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ നമുക്ക് കാണാം. നോട്ട്ബുക്ക് എന്ന മൂവിയിലെ സേറ എന്ന കഥാപാത്രത്തെ ആരും മറന്നിട്ടുണ്ടാവില്ല. എന്നും ഓടിപ്പിടിച്ച് ധൃതി വെച്ച് വൈകിയെത്തുന്ന ഒരു വിദ്യാർത്ഥിനി. അവളുടെ ജീവിതത്തിലും സമയം, ഉത്തരവാദിത്തം, സ്വന്തം സ്വാതന്ത്ര്യം എന്നിവയ്ക്കിടയിൽ വലിയൊരു സംഘർഷം നടക്കുന്നുണ്ട്.
അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒപ്പമുള്ള മനുഷ്യരുടെ ഉള്ളിലെ സ്ട്രഗിളുകൾ അവർ പുറമേക്ക് കാണിക്കുന്ന ബിഹേവിയർ കൊണ്ട് മാത്രം അളക്കരുത് എന്നാണ്. സത്യത്തിൽ വൈകുന്ന ആളുകൾക്ക് സമയത്തെക്കുറിച്ച് ബോധ്യമില്ല എന്നുള്ള ചിന്ത ശരിയല്ല. അവർക്ക് സമയം അനുഭവപ്പെടുന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ്. സൈക്കോളജിയിൽ ഇതിനെ ടൈം ബ്ലൈൻഡ്നെസ് എന്നാണ് പറയുന്നത്. അതായത് സമയം കടന്നു പോകുന്നത് കൃത്യമായി പ്രവചിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. രാവിലെ 9 മണിക്ക് ഇറങ്ങേണ്ട ഒരാൾ 8:30 ആകുമ്പോൾ വിചാരിക്കും ഇനിയും 30 മിനിറ്റ് ഉണ്ടല്ലോ എന്ന്. ആ ടൈം ഗ്യാപ്പിൽ അവർ വേറെ എന്തെങ്കിലും ചെറിയ വർക്കിൽ എൻഗേജ്ഡ് ആവും. അങ്ങനെ ആ 30 മിനിറ്റ് എങ്ങനെ മാഞ്ഞു പോയി എന്ന് അവർക്ക് മനസ്സിലായില്ല. ഒടുവിൽ സമയം തീർന്നു പോയി എന്ന തിരിച്ചറിവിലേക്ക് ബ്രെയിൻ പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് സ്ലീപ്പ് പാറ്റേൺ. രാത്രി വൈകി ഉറങ്ങുന്നവർ അഥവാ നൈറ്റ് ഔൾസ് ആയ ആളുകൾക്ക് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ശരീരത്തിന് ഒരു നാച്ചുറൽ ക്ലോക്ക് ഉള്ളതുകൊണ്ട് അവർ രാവിലെ എഴുന്നേറ്റാലും ബ്രെയിൻ ഫുള്ളി ആക്റ്റീവ് ആകാൻ കുറച്ചധികം സമയമെടുക്കും. അതുകൊണ്ട് തന്നെ രാവിലെ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, അത് റെഡി ആകുന്നതോ പല്ല് തേക്കുന്നതോ കുളിക്കുന്നതോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതോ എന്തോ ആയിക്കോട്ടെ, വളരെ സ്ലോ മോഷനിലാണ് സംഭവിക്കുക. മനഃപൂർവ്വം പതുക്കെ ചെയ്യുന്നതല്ല. പകരം രാവിലെ ശരീരത്തിൽ എനർജി കുറവായതുകൊണ്ട് കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ ബ്രെയിൻ കൂടുതൽ സമയമെടുക്കുന്നതാണ്. രാവിലെ ഉണ്ടാകുന്ന ഈ ഒരു സ്ലോ പേസ് കാരണം അവർ എത്ര പ്ലാൻ ചെയ്താൽ പോലും വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സമയം എത്തുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം വീണ്ടും ലേറ്റായി മാറും. ദിവസത്തിൻ്റെ തുടക്കത്തിലുണ്ടാകുന്ന ഈ ഒരു ചെറിയ ഡിലേ ആണ് പിന്നീട് ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു റഷിങ്ങിലേക്ക് ഇവരെ എത്തിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊക്കെ എപ്പോഴും ഒരു ഭയങ്കര ശുഭാപ്തി വിശ്വാസത്തിൽ അഥവാ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ജീവിക്കുന്നത്. നാളത്തെ നമ്മളെക്കുറിച്ച് നമുക്ക് വലിയ പ്രതീക്ഷകളാണ്. രാത്രി കിടക്കുമ്പോൾ ഞാൻ ആലോചിക്കും, നാളെ രാവിലെ 8:30 വണ്ടിയെങ്കിൽ ഞാൻ കറക്റ്റ് 8-ന് എഴുന്നേൽക്കും, 10 മിനിറ്റിൽ കുളിക്കും, 5 മിനിറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല, ഞാൻ സമയത്ത് എത്തിക്കോളും. ഒരു തടസ്സവുമില്ലാത്ത ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരു ദിവസമാണ് നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ പിറ്റേന്ന് രാവിലെ റിയാലിറ്റി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആ പ്ലാനിംഗ് ഒക്കെ തകരും. എഴുന്നേൽക്കാൻ 5 മിനിറ്റ് വൈകിയാൽ നമ്മുടെ ആ പെർഫെക്റ്റ് പ്ലാൻ ടോട്ടലി പാളിപ്പോകും. പലർക്കും അനുഭവപ്പെടുന്ന മറ്റൊരു അവസ്ഥയാണ് ട്രാൻസിഷൻ ഡിഫിക്കൽറ്റി. നിങ്ങളൊരു ജോലിയിൽ പൂർണ്ണമായി മുഴുകിയിരിക്കുമ്പോൾ പെട്ടെന്ന് മറ്റൊരിടത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ ശരീരം തയ്യാറായാലും മനസ്സ് പെട്ടെന്ന് ആ മാറ്റം ഉൾക്കൊള്ളില്ല. ഒരു സ്പേസിൽ നിന്ന് മറ്റൊരു സ്പേസിലേക്ക് മാറാൻ മനസ്സിന് കുറച്ച് സമയം ആവശ്യമുണ്ട്. ഇത് മടിയല്ല, മനസ്സിൻ്റെ ഒരു പ്രക്രിയയാണ്. അതുകൊണ്ടാണ് ചില മനുഷ്യർക്ക് പുറപ്പെടാൻ 10 മിനിറ്റ് മുൻപ് പറയുന്നതിനേക്കാൾ അരമണിക്കൂർ മുൻപ് ഓർമ്മിപ്പിക്കുന്നത് കൂടുതൽ കംഫർട്ടബിൾ ആകുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ലാപ്ടോപ്പിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു പ്രോജക്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുകയാണ്. മനസ്സ് അതിൻ്റെ പൂർണ്ണമായ ഫോക്കസിലാണ്. അപ്പോഴാണ് വൈകുന്നേരം ഒരു ഫംഗ്ഷന് പോകാനായി റെഡി ആകണം എന്ന് നിങ്ങളുടെ പാരൻസ് ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങളുടെ ശരീരം ലാപ്ടോപ്പ് അടച്ചു വെച്ച് എഴുന്നേൽക്കാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങളുടെ ബ്രെയിൻ ഇപ്പോഴും ആ പഴയ പ്രോജക്റ്റിലെ ചിന്തകളിലാണ്. ബ്രെയിൻ പെട്ടെന്ന് ആ ഫയൽ ക്ലോസ് ചെയ്ത് പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യാൻ മടിക്കുന്നു. ഒരു വണ്ടി ഫുൾ സ്പീഡിൽ പോകുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടാൽ നിൽക്കില്ലല്ലോ, കുറച്ച് ദൂരം മുന്നോട്ട് പോയല്ലേ നിൽക്കുള്ളൂ. അതുപോലെയാണ് ഇവരുടെ മനസ്സും. ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഗിയർ മാറ്റാൻ ബ്രെയിൻ കൂടുതൽ സമയമെടുക്കും. ഇതറിയാതെ മറ്റുള്ളവർ നീ എന്താ ഇപ്പോഴും എഴുന്നേൽക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഉള്ളിൽ ഒരുതരം വലിമുറുക്കം അനുഭവപ്പെടും. ഇതൊരിക്കലും മടിയല്ല, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറാൻ മനസ്സ് നേരിടുന്ന ഒരു വലിയ സ്ട്രഗിളാണ്. ചില ആളുകളിൽ ഈ പ്രശ്നം ADHD എന്ന അവസ്ഥയുമായി ലിങ്ക്ഡ് ആയിരിക്കാം. ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇത് വെറും ശ്രദ്ധക്കുറവ് മാത്രമല്ല, ഇത് ബ്രെയിനിലെ എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ് എന്ന കൺട്രോൾ സിസ്റ്റത്തിൻ്റെ വ്യത്യാസമാണ്. ഇവരുടെ തലച്ചോറിന് സമയം പ്ലാൻ ചെയ്യാനും ടാസ്കുകൾ മാറ്റി ചെയ്യാനും അല്പം ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ മനുഷ്യരുടെ ബ്രെയിനിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും സമയം കണക്കുകൂട്ടാനും ഒരു ജോലി എപ്പോൾ തുടങ്ങണം എപ്പോൾ നിർത്തണം എന്ന് തീരുമാനിക്കാനും സഹായിക്കുന്ന ഒരു ഭാഗമുണ്ട്. ADHD ഉള്ളവരിൽ
ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത് അല്പം വ്യത്യസ്തമായാണ്. ഇതിൻ്റെ പ്രധാന കാരണം ബ്രെയിനിലെ ഡോപ്പമിൻ എന്ന കെമിക്കലിൻ്റെ അളവിലുള്ള വ്യത്യാസമാണ്. ഈ ഡോപ്പമിൻ ആണ് നമ്മളെ ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആ മോട്ടിവേഷൻ കെമിക്കൽ. സാധാരണ ഒരു ബ്രെയിൻ ഒരു ജോലി ചെയ്യുമ്പോൾ ഇത് പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചെയ്യണം എന്ന് സ്വയം പറഞ്ഞ് ആ ജോലി തുടങ്ങും. എന്നാൽ ADHD ഉള്ള ഒരു ബ്രെയിൻ ഉണർന്നു പ്രവർത്തിക്കണമെങ്കിൽ ആ ജോലി അത്രമേൽ ഇൻട്രസ്റ്റ് ഉള്ളതായിരിക്കണം. അതല്ലെങ്കിൽ അതൊരു ഏർജൻസി ആയിരിക്കണം. അതുകൊണ്ടാണ് അവർക്ക് സാധാരണ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത്. ഒരു മാസത്തിന് ശേഷം ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് അവർക്ക് വലിയ ആശങ്ക ഉണ്ടാകില്ല. കാരണം അവരുടെ ബ്രെയിനിന് 2 സമയമേ ഉള്ളൂ, നൗ ആൻഡ് നോട്ട് നൗ. ആ ഒരു മാസത്തിന് ശേഷമുള്ള കാര്യം അവർക്ക് നോട്ട് നൗ, ഇപ്പോഴല്ല എന്നാണ്. പക്ഷേ ഡെഡ്ലൈൻ നാളെയാണ് എന്നറിയുമ്പോൾ ബ്രെയിനിൽ വലിയൊരു പ്രഷർ വരികയും ഡോപ്പമിൻ ലെവൽ കൂടുകയും ചെയ്യും. അപ്പോൾ മാത്രമാണ് ബ്രെയിൻ ഫുൾ പവറിലേക്ക് വരുള്ളൂ. ഈ കാരണം കൊണ്ടാണ് അവരെപ്പോഴും അവസാന നിമിഷത്തിലെ ആ ഹറി മോഡിലേക്ക് വീണു പോകുന്നത്. ഇത് സമയത്തെ ബഹുമാനിക്കാത്തത് കൊണ്ടല്ല, ബ്രെയിൻ കെമിസ്ട്രിയുടെ ഒരു പ്രത്യേകത കൊണ്ടാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ലേറ്റ് കമേഴ്സും ADHD ഉള്ളവരല്ല. അത് പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അവർ ലേറ്റ് ആവുന്നത്. ചിലപ്പോൾ അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത ചില ശീലങ്ങൾ കാരണമാകാം. ADHD യഥാർത്ഥ ന്യൂറോ ഡെവലപ്മെൻറ്റൽ അവസ്ഥയാണ്. അത് കൃത്യമായി കണ്ടെത്തേണ്ടത് ഒരു എക്സ്പേർട്ടാണ്. ഒരു യൂട്യൂബ് വീഡിയോ കണ്ടോ റീൽസ് കണ്ടോ നമ്മൾ സ്വയം അങ്ങനെ ഒരു ലേബൽ സ്റ്റിക്ക് ചെയ്യരുത്. പിന്നെ ഒരു കാലത്ത് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ചിന്താഗതിയായിരുന്നു, സ്കൂൾ അല്ലെങ്കിൽ ഓഫീസ് 9:30-ക്കാണ് തുടങ്ങുന്നതെങ്കിൽ ഞാൻ എന്തിനാണ് 9 മണിക്കും 9:15-നൊക്കെ അവിടെ എത്തുന്നത്? കറക്റ്റ് 9:30-ക്ക് എത്തിയാൽ പോരെ എന്ന്. പക്ഷേ പിന്നീടാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. നേരത്തെ എത്തുക എന്നത് വെറും ഒരു സമയത്തിൻ്റെ പ്രശ്നമല്ല, അത് നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തിന് കൂടി വേണ്ടിയാണ്. നമ്മൾ ഓടിപ്പിടിച്ച് ശ്വാസം മുട്ടി നെഞ്ചിടിപ്പോടെ ഒരിടത്തേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ ആ ദിവസം തുടങ്ങുന്നത് തന്നെ വലിയൊരു സ്ട്രെസ്സിലാണ്. എന്നാൽ ഒരു 10 മിനിറ്റ് മുൻപേ നമ്മൾ അവിടെ എത്തിയാൽ ആ ശാന്തത തരുന്ന ഒരു സമാധാനമുണ്ട്. മനസ്സിന് സ്വയം ഒരുങ്ങാൻ കുറച്ച് നല്ല നിമിഷങ്ങൾ കിട്ടുകയും ചെയ്യും. ഇവിടെ നമ്മൾ മറ്റുള്ളവരുടെ സമയത്തിന് വാല്യൂ കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ സമയത്തിനെ ബഹുമാനിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിലൂടെ നമ്മുടെ ഉള്ളിലെ ലേറ്റ് കമറിനെ നമ്മൾ കുറ്റപ്പെടുത്താനല്ല, മനസ്സിലാക്കാനാണ് ശ്രമിച്ചത്. കാരണം പലപ്പോഴും പ്രശ്നം നമ്മുടെ സ്വഭാവത്തിലല്ല, ചില ശീലങ്ങളിലും ചിന്താരീതികളിലുമാണ്. കാരണം മനസ്സിലാകാതെ ഒരു ശീലം മാറ്റാൻ ശ്രമിച്ചാൽ കുറച്ച് ദിവസം മാറ്റാൻ കഴിയുമായിരിക്കും, പിന്നെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരികെ പോകും. ഞാനും അതുതന്നെയാണ് പലവട്ടം അനുഭവിച്ചത്. പക്ഷേ കാരണം മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയെത്ര പാറ്റേണുകളാണ് നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലെ ലേറ്റ് കമറിനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് വെറുമൊരു മടിയല്ല എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? നമ്മുടെ മനസ്സ് വർഷങ്ങളായി ശീലിച്ചെടുത്ത ഈ ഒരു പാറ്റേൺ മാറ്റിയെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം വെറും ഒരു അലാറം കൊണ്ടോ അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ നേരത്തെ എഴുന്നേൽക്കും എന്നൊരു വാശി കൊണ്ടോ മാത്രം ഈ ശീലം മാറ്റാൻ കഴിയില്ല. അതിന് പവർഫുള്ളായ ചില മൈൻഡ് ഗെയിംസ് ആൻഡ് സിസ്റ്റംസിൻ്റെ ആവശ്യമുണ്ട്. ഞാനും എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ഹറി മോഡിൽ നിന്നും ആ സ്ട്രെസ്സിൽ നിന്നും പുറത്തു കടന്നത് മാജിക് പോലെ ദിവസങ്ങൾ കൊണ്ടായിരുന്നില്ല. അതിനായി ഞാൻ ചില പ്രായോഗികമായ മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ കൊണ്ടുവരേണ്ടി വന്നു. ഒട്ടും സ്ട്രെസ്സില്ലാതെ ഓടിക്കിതയ്ക്കാതെ സമാധാനത്തോടെ പങ്ക്ച്വലായ ഒരു വ്യക്തിയാവാൻ സഹായിക്കുന്ന ആ പ്രാക്ടിക്കൽ സ്റ്റെപ്സിനെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അപ്പോഴേക്കും നിങ്ങളുടെ ഉള്ളിലെ ആ പാറ്റേൺ ഏതാണെന്ന് സ്വയം ഒന്ന് ഒബ്സർവ് ചെയ്തു നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ എപ്പോഴും ലേറ്റ് ആകാറുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കൂ. ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. Keep smiling, stay inspired.